അപ്പോൾ ഇന്ന് ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, CBCI ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ ഭാഗം എനിക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് പബ്ലിക്കായിട്ട് അവരുടെ വെബ്സൈറ്റിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പ്രത്യേകമായിട്ട് ബിഷപ്പുമാർക്കും മറ്റ് ഈ സെമിനാരികളിലൊക്കെയാണെന്ന് തോന്നുന്നു അത് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. കാരണം അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അവർക്ക് മാത്രമാണ്. വിശ്വാസികളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല, വൈദികരെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. കാരണം വൈദികർക്കുള്ള അറിയിപ്പുകളാണല്ലോ. അപ്പോൾ വളരെ സന്തോഷിപ്പിച്ച കാര്യമാണത്. ഇപ്പോൾ 2-3 പോയിൻറ്റ്സ് മാത്രമേ എനിക്ക് ലഭിച്ചുള്ളൂ. PDF മുഴുവനായിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആ ലഭിച്ച പോയിൻറ്റ്സിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ CBCI വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, തിരുവസ്ത്രത്തിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയയിൽ വൈദികരും സന്യസ്തരും ഇടപെടുന്നത് മാന്യതയോടു കൂടിയായിരിക്കണം എന്ന്. അതിലൊരുപാട് പോയിൻറ്റ്സ് അതിൽ ഒരുപാട് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഡയറക്റ്റായിട്ട് എഫക്റ്റ് ആവുന്ന ഒരു കാര്യത്തെ CBCI അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് മറ്റൊന്നുമല്ല, വൈദികർ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് റീലുകളും മറ്റും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നു. തിരുവസ്ത്രത്തിൻ്റെ പവിത്രത കളഞ്ഞു കുളിക്കുന്ന രീതിയിലുള്ള റീലുകളോ ഇതൊന്നും പാടില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ CBCI പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എക്സാക്റ്റ് വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ്: ലോഹയും സന്യാസ വസ്ത്രങ്ങളും സമർപ്പിത ജീവിതത്തിൻ്റെ വിശുദ്ധ അടയാളങ്ങളാണ്. അവയെ അങ്ങേയറ്റത്തെ ആദരവോടെ വേണം കാണാൻ. വില കുറഞ്ഞ പ്രശസ്തി ലക്ഷ്യമിട്ടുള്ളതോ നിസ്സാരമായതോ മാന്യതയില്ലാത്തതോ ആയ ചിത്രങ്ങളും റീലുകളും വീഡിയോകളും സന്യാസ വസ്ത്രം ധരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് കർശനമായി ഒഴിവാക്കേണ്ടതാണ്. ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ യഥാർത്ഥമായ ആത്മീയ ശുശ്രൂഷാപരമായ, ആരാധനക്രമപരമായ അല്ലെങ്കിൽ വിശ്വാസ പരിശീലനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. വളരെ വ്യക്തമാണ്. ഞാൻ കൂടുതൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങളുടെ തിരുവസ്ത്രത്തിൻ്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു വിളിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ എല്ലാ തരത്തിലും അവമതിപ്പുണ്ടാക്കാൻ സാത്താൻ ശ്രമിക്കും. അത് ഒരുപക്ഷെ വൈദികൻ അറിയാതെ അതിൽ വീണു പോയിട്ടുണ്ടാവാം സാത്താൻ്റെ ഈ ഒരു കിണിയിൽ. ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് പേരെടുക്കാൻ വേണ്ടിയിട്ട് പേരെന്താണ് ഇവാഞ്ചലൈസേഷൻ, പക്ഷേ അവസാനം ഇത് എത്തുന്നത് എവിടെയാണ്? അത് എത്തുന്നത് വിഗ്രഹാരാധനയിലാണ്. ഈ വ്യക്തികളെ പൂജിക്കുന്ന ലെവലിലോട്ടാണ് എത്തുന്നത്. എനിക്കറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ, അവന് ഒരുപാട് വൈദികരായിട്ട് കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അവൻ പറഞ്ഞത്, അവനറിയുന്നൊരു വൈദികൻ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിട്ട് നടന്ന അച്ഛനാണ്. ഇപ്പം അച്ഛൻ പൗരോഹിത്യത്തിൽ നിന്ന് തന്നെ മാറാനുള്ള പ്ലാനിലാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് സാത്താൻ പിടിക്കുന്നത്. അല്ലാതെ ഒരൊറ്റൊരു സുപ്രഭാതത്തിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടില്ല. പയ്യെ അത് അൽമാർക്കും ബാധകമാണ് കേട്ടോ. നമ്മൾ ചിലപ്പം കുർബാനയ്ക്ക് 10 മിനിറ്റ് മുമ്പേ നേരത്തെ വരുന്ന വ്യക്തിയായിരിക്കും. പിന്നീട് നമുക്ക് തോന്നും, എന്തിനാ 10 മിനിറ്റ് മുമ്പേ വരുന്നത്, 5 മിനിറ്റ് ആക്കിയാൽ പോരെ. 5 മിനിറ്റ് മുമ്പേ നമ്മൾ വരും. പിന്നെ കുർബാനയുടെ കറക്റ്റ് സമയത്ത് വരും. പിന്നെ വിചാരിക്കും ഇച്ചിരിയും കൂടെ നേരം ലേറ്റ് ആയാലും എന്താ, ഞാൻ ഇത്രയും വർഷം കറക്റ്റ് സമയത്തല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് പയ്യാണ് സാത്താൻ്റെ ഈ തന്ത്രം. നോക്കൂ, നമ്മുടെ സഭയുടെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. 1960കളിലെ സഭ എടുക്കും. ഈ പറയുന്ന ഫാമിലി ആയിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ വെസ്റ്റേൺ കൺട്രീസിൻ്റെ കാര്യം പറയാം. അവിടെയാണ് കുറച്ച് പ്രകടമായിട്ട് വിശ്വാസം അവിടെയാണ് പ്രകടമായിട്ടുള്ളത് ഉണ്ടായിരുന്നത്. അവർ പള്ളിയിൽ പോകുമ്പോൾ നല്ല വെൽ ഡ്രസ്സ് ചെയ്ത് കോട്ടും സൂട്ടും അല്ലെങ്കിൽ ബ്ലേസേഴ്സൊക്കെ ഇട്ടിട്ട് ആണ് അവർ പോവുക. അതുപോലെ സ്ത്രീകളാണെങ്കിൽ വളരെ മാന്യമായ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് തലയിൽ വെയിൽ ധരിച്ചിട്ടാണ് പോവാം. കുഞ്ഞു പിള്ളേർ ഇതേപോലെ തന്നെ വെയിൽ ധരിച്ചു. അപ്പനെ അനുകരിച്ചുകൊണ്ട് ആൺമക്കൾ കോട്ടിട്ട് ടൈയൊക്കെ കെട്ടിയിട്ട് ഈ രീതിയിലാണ് അവർ പരിശുദ്ധ കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊരു സൺഡേ ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്, സൺഡേ ബെസ്റ്റ്. അവർക്കറിയാം സൺഡേ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ മാന്യമായിട്ട് നമ്മൾ വസ്ത്രം ധരിച്ചിട്ട് പോകണമെന്നുള്ളത്. ഞാൻ എന്നെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. ഈ ഡ്രസ്സ് ഞാനിപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഞാൻ ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ. ഇന്നലെ ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ.
ഇന്ന് ഞാനതിട്ടത് ആക്ച്വലി അതെന്തെങ്കിലും ആവശ്യത്തിന് ഇന്ന് ഞാൻ ഇട്ടത് എൻ്റെ ഒരു പോളിസിയാണ്. പുതിയ ഡ്രസ്സ് സാധാരണ നമ്മളെന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് വാങ്ങിക്കാറ്. പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ അത് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഇട്ട് കഴിഞ്ഞ ശേഷമേ നമ്മളത് കല്യാണത്തിന് ഉപയോഗിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അതൊന്നും നിയമമല്ല, നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്നൊരു വിലയാണ്, നമ്മൾ കർത്താവിനെ മാനിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സൺഡേ ബെസ്റ്റ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ സൺഡേ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ കോട്ടിട്ട് വെയിൽ ധരിച്ച് വന്ന് പരിശുദ്ധ കുർബാന മുട്ടുകുത്തി നാവിൽ സ്വീകരിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലി പിരിഞ്ഞ് അവർ ഭവനത്തിലോട്ട് പോകുന്ന ഒരു രീതിയിൽ നിന്നും എത്ര പെട്ടെന്നാണ് ഒരു 10-50 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോട്ടില്ല, സൂട്ടില്ല, ടൈ ഇല്ല, ടീഷർട്ടായിട്ട് മാറി. സ്ത്രീകൾ വെയിൽ മാറ്റി അവർ ഇതേപോലെ പുരുഷന്മാരുടെ ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങി. അവരും ടീഷർട്ടും പാൻറ്റും ഇട്ട് വരാൻ തുടങ്ങി. പുരുഷന്മാരും ടീഷർട്ടും പാൻറ്റും ഇട്ട് വരാൻ തുടങ്ങി. നീലർ എടുത്ത് മാറ്റിക്കളഞ്ഞു. നീലർ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ മുട്ടുകുത്തി കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. അൾത്താർ അഭിമുഖ കുർബാന ജനാഭിമുഖ കുർബാനയായി. ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആളുകൾ വൈദികനെ ഫോക്കസ് ചെയ്യുന്ന ലെവലിലോട്ട് കാര്യങ്ങളെത്തി. വൈദികനെ നോക്കിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥന ചൊല്ലുന്നത്. ക്രിസ്തുവിനെ ആൾക്കാർ മറന്നുപോയി. അതുപോലെ തന്നെ പിന്നീട് വൈദികൻ തിരുവോസ്തി കൊടുത്തിരുന്ന സ്ഥാനത്ത് കന്യാസ്ത്രീകൾ തിരുവോസ്തി കൊടുക്കാൻ തുടങ്ങി. കന്യാസ്ത്രീകൾ അൾത്താര ശുശ്രൂഷയ്ക്ക് വേണ്ടി വരാൻ തുടങ്ങി. അൾട്ടർ ബോയ്സ് മാറി അൾട്ടർ ഗേൾസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. മാർപ്പാപ്പമാരൊക്കെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്ത്രീകൾക്ക് അൾത്താരയിലേക്ക് പ്രവേശനമില്ല എന്നുള്ളത്. അത് പൗലോസ് ലീഹ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. സ്ത്രീകൾ മൗനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേറെ ശുശ്രൂഷയുണ്ട്. ഞാനിപ്പം പോയിട്ട് വൈദികർ ചെയ്യുന്ന കുർബാന എനിക്ക് അർപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ വിളിച്ചിരിക്കുന്ന വേറെ ശുശ്രൂഷയുണ്ട്, അതുപോലെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം Pius X പാപ്പയാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവാം. പരിശുദ്ധാത്മാവാണല്ലോ അവരെ പ്രചോദിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പഠനങ്ങൾ കൊടുക്കാൻ. അപ്പോൾ അൾട്ടർ ഗേൾസ് വന്നു, കന്യാസ്ത്രീകൾ പരിശുദ്ധ കുർബാന കൊടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കുർബാന അൽമാർക്കും കൊടുക്കാമെന്ന അവസ്ഥ വന്നു. അൽമാര കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോഴേക്കും എല്ലാം മാറി. ട്രൗസറും ബനിയാനും ഇട്ടിട്ടാണ് അൽമാര പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്നതും പരിശുദ്ധ കുർബാന കൊടുക്കാൻ തുടങ്ങിയതും. പിന്നെ കൈകളിൽ പരിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞൊരു 60 വർഷത്തിനുള്ളിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് അൺഇമാജിനബിളാണ്. അപ്പം സാത്താൻ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്, പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരൊറ്റ സുപ്രഭാതത്തിലല്ല. അവൻ വളരെ കണ്ണിങ്ങാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വിശ്വസിക്കത്തില്ല എന്ന് അവനറിയാം. അപ്പോൾ അവൻ അതൊരിക്കലും പഠിപ്പിക്കത്തില്ല, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്നുള്ളത്. അവൻ നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ്? ഇതിനോടുള്ള റെവറൻസ് നഷ്ടപ്പെടുത്തിയിട്ട് ഫ്രീമേസൻകാരുടെ 33 അജണ്ടകൾ സഭയെ തകർക്കാനുള്ള 33 അജണ്ടയിൽ ഒരജണ്ടയിൽ അവർ പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പോകുന്നൊരു വ്യക്തിക്ക് ഒരു മീൽ കഴിച്ച പോലെ ഒരു ഫീല് വരണം. ഒരു ഇറച്ചിയോ ബ്രെഡോ മട്ടനോ കഴിച്ചതുപോലെ പോയിട്ട് അവർ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കണം. ആ ഒരു ഫീല് കൊണ്ടുവരണമെങ്കിൽ ആ പരിശുദ്ധ കുർബാനയെ മഹത്വീകരിപ്പിക്കുന്ന, അതിന് ഗ്ലോറി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റുമുള്ള നല്ല പൂക്കളൊക്കെ മാറ്റി പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവരണം. ബലിപീഠവും സക്രാരിയും തമ്മിൽ സെപ്പറേഷൻ കൊണ്ടുവരണം. പണ്ട് ഇത് രണ്ടും ഒന്നായിരുന്നു. ഇത് രണ്ടും തമ്മിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. വൈദികർക്ക് റെസ്റ്റ് എടുക്കാൻ സക്രാരിക്ക് അടുത്തായിട്ട് തന്നെ കസേര വെക്കണം. അപ്പോൾ വൈദികൻ റെസ്റ്റ് എടുക്കുന്ന കാണുമ്പോൾ ഇതെന്തൊരു ഡ്രാമയാണെന്നൊരു ഫീൽ ആൾക്കാർക്ക് വന്നോളൂ. ബലിപീഠം സ്ഥിരമായൊരു ബലിപീഠം ആയിരിക്കരുത്. അപ്പോൾ ഇതിൽ നിന്നാൽ ഇവർ ചെയ്യുന്ന കാര്യം എന്താണ്? പതിയെ ആംബുലൻസ് വരുന്നുണ്ട്. സോ പതിയെ എന്ത് ചെയ്തു? ഇവർ പതിയെയാണ് ഇവരെ റെവറൻസ് നഷ്ടപ്പെടുത്തിയത്. എല്ലാ ഒറ്റ സുപ്രഭാതത്തിൽ വന്ന് നമ്മളോട് ആരും പറഞ്ഞില്ലേ ഇവർ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചു? പരിശുദ്ധ കുർബാനയ്ക്ക് പലരും പോകുന്നുണ്ട്, പക്ഷേ പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വാസമില്ല. അമേരിക്കയിൽ വെറും 30% ആളുകളെ പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ റിയൽ പ്രസൻസിൽ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തുടങ്ങിയതാണ്? പ്ലാനാണ്. വളരെ വ്യക്തമായ നൂറ്റാണ്ടുകൾ അവർ അവരുടെ ടൈം ടേബിളിൽ വെച്ചിട്ടുള്ളൊരു പ്ലാനാണിത്. ഇതുപോലെയാണ്
വൈദികരുടെ ജീവിതത്തെയും സാത്താൻ നശിപ്പിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരുടെ പൗരോഹിത്യത്തെ തന്നെ സാത്താൻ ദുഷിപ്പിക്കുന്നു. അപ്പോൾ അവർ കരുതും ഓക്കെ അതൊരു എന്താണ് ഒരു ന്യൂ ഫോം ഓഫ് ഇവാഞ്ചലൈസേഷൻ അല്ലേ എന്ന് കരുതും. പക്ഷേ ന്യൂ ഫോം ഓഫ് ഇവാഞ്ചലൈസേഷൻ അല്ല, അത് സാത്താൻ കൊടുക്കുന്നൊരു തന്ത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഒരു ക്രിസ്റ്റീന എന്ന് പറയുന്ന സിസ്റ്റർ ഇറ്റലിയിലാണെന്ന് തോന്നുന്നു, നല്ലൊരു സുന്ദരിയായൊരു സിസ്റ്റർ, നല്ല ഗ്രേസ് ഉള്ളൊരു സിസ്റ്റർ. ആ സിസ്റ്റർ ആ സിസ്റ്ററിൻ്റെ ആ ഒരു ഹാബിറ്റിലാണ് സിസ്റ്ററിനെ കാണാൻ നല്ല സുന്ദരി. അത് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ വളരെ ഗ്രേസ്ഫുള്ളായിരുന്നു അവർ പാട്ട് പാടുമ്പോഴൊക്കെ. ആദ്യമൊക്കെ എനിക്കൊന്ന് ഡിവോഷൻ സോങ്സിലാണ് തുടങ്ങിയത്, പിന്നെ അത് ആൽബം ഇതിലോട്ട് മാറി. അവരാണോ തോന്നുന്നു അതിൻ്റെ വിന്നർ. പിന്നീട് അത് എനിക്ക് തോന്നുന്നു ഒരു സിനിമാറ്റിക് ലെവലിലോട്ട് കടന്നു തോന്നുന്നു, എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷെ എന്തായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ സന്യാസ വസ്ത്രം ഉപേക്ഷിച്ചു. അവർ ഉപേക്ഷിച്ചു. ഇപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ അവരുടെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞ സത്യമാണെന്നറിയാം, നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പം അന്ന് അവർക്ക് ഉണ്ടായിരുന്ന സൗന്ദര്യം ഈശോയുടെ കൂടെ ചേർന്ന് നിന്നപ്പോൾ, ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്നപ്പോൾ ലഭിച്ച സൗന്ദര്യമാണ്. ഇന്ന് അവർക്കുള്ളത് ലോകത്തിൻ്റെ സൗന്ദര്യമാണ്. കണ്ടില്ലേ വ്യത്യാസം? കണ്ടില്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള വൈദികരെ സന്യസ്തരെ ഞാൻ എപ്പോഴും പറയുന്നല്ലോ, എനിക്ക് എന്നെപ്പോലുള്ള യൂത്തിനെ വേണ്ടത് വിശുദ്ധ പാത്രിയപ്പയെ പോലെ, വിശുദ്ധ മാക്സിമിലിയൻ കോൾവയെ പോലെ, വിശുദ്ധ ജോസ് മരിയ എസ്കരേവയെ പോലെ, അതുപോലെ പിന്നെ വിശുദ്ധ ഡോൺ ബോസ്കോയെ പോലെ, അങ്ങനെ എത്രയോ മിഷനറിമാരെ പോലെയും ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളുടെ രക്ഷപ്രതി കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ധീരവൈദികരെ വേണ്ടത്. ആ മസ്കുലാനിറ്റി നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. എനിക്ക് അത് ഞാൻ വേറെ വിഷയത്തിൽ പറയാം. അപ്പം മസ്കുലാനിറ്റി നമ്മളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോ സംസാരിച്ചതുപോലെ പ്രവാചക ദൗത്യത്തോടെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള വളരെ അശ്ലീലമായ സ്റ്റെപ്പുകളോടുകൂടെ ഡാൻസുകൾ അടക്കം ചെയ്യുമ്പോൾ നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ വില നിങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടുള്ള സിനിമകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എത്ര ഭയഭക്തിയോട് കൂടിയാണ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾ കഥ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് അവർ സിനിമ നടന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്? 1980s 1990s പരമാവധി 2000 വരെയുള്ള നിങ്ങൾ മലയാളം മൂവി ഒന്ന് എടുത്തു നോക്കൂ. നിങ്ങൾ എല്ലാ സിനിമകളിലും വൈദികരെ വളരെ ഭയഭക്തിയോട് കൂടിയാണ്. ഒരു ഗുണ്ടയായിട്ടോ റൗഡിയായിട്ടോ മുണ്ടും മടക്കി കുത്തി ഇടിക്കുന്ന വൈദികനായിട്ടോ അല്ലെങ്കിൽ കൂതാശകളോട് അവഹേളനം കാണിക്കുന്ന വൈദികരെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം അന്നത്തെ ഡയറക്ടേഴ്സിന്, ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒരു വൈദികൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. കാരണം അവരൊക്കെ ആബേലച്ഛനൊക്കെ കണ്ടിട്ടാണ് അവർ വളർന്നത്. ഈ കലാഭവൻ എന്ന് പറയുന്നതൊക്കെ അച്ഛൻ സ്ഥാപിച്ചു. പക്ഷെ അച്ഛൻ ഒരിക്കലും തൻ്റെ ലോഹയുടെ പവിത്രത വിട്ടിട്ട് ഒരു പരിപാടി അച്ഛൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എത്രയോ സിനിമാ നടന്മാർ ഇങ്ങനെയുള്ള വൈദികരെ കണ്ടിട്ടാണ് അവർ. അപ്പോൾ ഒരിക്കലും അവരുടെ കൈകളിൽ നിന്ന് ഇങ്ങനെയുള്ള കഥകൾ വന്നിട്ടില്ല. അതിൻ്റെ കാരണം അന്ന് അങ്ങനെയായിരുന്നു വൈദികർ അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരച്ഛൻ സിനിമാ പാട്ടിനെ നൃത്തം ചെയ്യുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അശ്ലീല സ്റ്റെപ്പുകൾ ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. അച്ഛൻ മദ്യഷാപ്പ് പോയി കള്ളു കുടിക്കുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല. അച്ഛൻ സിനിമാ തിയേറ്ററിൽ പോകുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് സിനിമകൾ നിങ്ങൾ നോക്കൂ, തെറി പറയുന്ന വൈദികൻ സിനിമയിൽ കുമ്പസാരിക്കുമ്പോൾ പുളകിതനാകുന്ന വൈദികരെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ പരമാവധി അങ്ങേ അറ്റത്തിലുള്ള കഥകളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇഷ്ടം പോലെ സിനിമകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത്, മൂല കാരണം ഈ കഥ എഴുതുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വൈദികരുണ്ട്. അതാണ് നമ്മൾ സിനിമാക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നോക്കുമെന്നാണ് ഇങ്ങനെയുള്ള വൈദികർ ഉണ്ട്, അതൊരു ഫാക്റ്റാണ്. അപ്പം പിന്നെ അവരെ പറ്റി കഥ എഴുതുന്നതിൽ എന്താണ് പ്രശ്നം? മദ്യപിക്കുന്ന വൈദികരുണ്ട്. ഏതെങ്കിലും സിനിമാ സീനിൽ വൈദികൻ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സീൻ എടുക്കുന്നതിൽ എന്താണ് പ്രശ്നം? അപ്പോൾ അവർ ചിന്തിക്കുന്നത് ന്യായമല്ലേ? അതുകൊണ്ട് ക്രിസ്ത്യാനികളെ സിനിമ ഇൻഡസ്ട്രി അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സഭയ്ക്കുള്ളിലുള്ള നമ്മൾ തന്നെയാണ് അതിനെ വളമിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നീട് ഇത് അടുത്ത ലെവലിലോട്ട് എത്തി. വൈദികരെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, വൈദികർ തിരുവസ്ത്രമൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കൂതാശകൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, കുമ്പസാരത്തെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, പരിശുദ്ധ കുർബാനയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, വിവാഹത്തെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, രോഗിലേപനത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി, തിരുപട്ടത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി.
ഇങ്ങനെ ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്, ഞങ്ങൾ വൈദികർ ഇങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ ഈ രീതിയിൽ തിരുവസ്ത്രമിട്ട് ഇങ്ങനെ നടക്കും, ഇങ്ങനെ ഡാൻസ് കളിക്കും എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുവാണ്. അതാണ് അവർ സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുന്നത്. അപ്പം നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റും? അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തായാലും CBCI ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് നന്നായി. അപ്പോൾ എന്തായാലും CBCI ഇങ്ങനൊരു നടപടി എടുത്തതുകൊണ്ട് വളരെ നന്നായി. അതാകുമ്പം ഇന്ത്യ മുഴുവനും ഉള്ള രൂപതകൾ ഇത് ബാധകമാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ ഉത്തരവുകളൊക്കെ വരട്ടെ. അപ്പോൾ വിവാ ക്രിസ്റ്റോറെ അടുത്ത വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ബൈ.